ഹായ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചയാണ്. എൻ്റെ വൈഫാണ് ഈ വില പേശുന്നത്. വില പേശിയിട്ട് സാധിക്കാത്ത വന്നത് കാരണം നിരാശയോടെ തിരിച്ചു മടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. ഇവിടെ ഭയങ്കര സെയിലൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ രാത്രിയാണ് ഇവിടെ വന്നത്. ഈ സമയത്ത് ഇവിടെ തിരക്കൊക്കെ കുറച്ച് ഒഴിഞ്ഞിരുന്നു. ഷോപ്പുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു തുടങ്ങി. എങ്കിലും ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഡ്രസ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റുകൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് വൈഫും മോളുമാണത്. ഇളയാൾ വേണ്ട നടന്നു പോകുന്നുണ്ട്. ലേഡീസിൻ്റെതും ജെൻസിൻ്റെതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പ് സെറ്റുകൾ എല്ലാം ഇവിടെ കിട്ടും. ഷൂസ്, ചെരുപ്പ്, ഷർട്ട്, ജീൻസ്, പാൻറ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ചീപ്പ്, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടും. കമ്പിളി, ബാഗ്. ഞങ്ങളവിടുന്ന് ഒരു ബാഗ് വാങ്ങിച്ചു. അതുപോലെ ഞാൻ അവിടുന്ന് ബെൽറ്റ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് അവരുടെ തലയിലിടുന്ന ക്ലിപ്പുകൾ, ചീപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും ചീപ്പ് റേറ്റിന് കിട്ടുന്നൊരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. ഇപ്പോൾ ഇത് അടച്ചു പൂട്ടുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് അടച്ചു പൂട്ടുന്നതെന്ന് അറിയത്തില്ല. പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അത്രയേറെ ആൾക്കാർക്കുള്ള വരുമാനമാണ് നിന്ന് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് അടച്ചു പൂട്ടണമെന്ന് തീരുമാനിക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ ഇവിടെ 50% ഫ്ലാഷ് സെയിലെന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങളിത് കാണുന്നില്ലേ? എല്ലാ തരം തുണി ഐറ്റംസുകളും കിട്ടും. ഏത് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ സാധിച്ചുള്ളൂ. കാരണം പർച്ചേസിംഗ് ഒക്കെ ചെയ്യേണ്ടതുകൊണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതും അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞങ്ങൾ വന്നത്. എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ഡൽഹിയിൽ വരുന്നവർ ഇവിടെ നിന്ന് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെയും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങളുടെ സ്വന്തം ജാസ്ട്രീം മീഡിയ. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ.